എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുറുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഉഴുന്ന് വറുത്തെടുത്ത് വെക്കണം. 1 കപ്പ് മാവിൻ്റെ അളവാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ്, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കാതെ നമുക്കതൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്നിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കതങ്ങ് മാറ്റിയിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്നിൻ്റെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെണ്ണ, 1 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ മാവ് കുഴച്ചെടുത്തിട്ട് അപ്പം തന്നെ മുറുക്കുണ്ടാക്കണം. ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ മാവ് പുളിച്ചിട്ട് പിന്നെ നമുക്ക് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് മുറുക്ക് കുറച്ചുകൂടി ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ 4 ടേബിൾ സ്പൂൺ ഉഴുന്നിന് പകരം 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റും മുറുക്ക് കഴിക്കാനും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് മുറുക്ക് ചുറ്റിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സേവനാഴിയിൽ സ്റ്റാറിൻ്റെ അച്ചാ ഉപയോഗിച്ചേക്കുന്നത്. നമുക്കിനി സേവനാഴിയിലോട്ട് കുറേശ്ശെ മാവ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ ഡയറക്റ്റ് എണ്ണയിലോട്ടല്ല ചുറ്റിക്കുന്നത്. ഇതുപോലൊരു തവിയുടെ ബാക്ക് സൈഡിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് വേണം നമ്മൾ മുറുക്ക് ചുറ്റിച്ച് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ എളുപ്പം ഉണ്ടാവും. നമുക്ക് നല്ലൊരു ഷേപ്പും കിട്ടും മുറുക്കിന്. നമ്മൾ മുറുക്ക് ചുറ്റിക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് ചുറ്റാൻ പറ്റുന്നില്ല, അത് മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മുറുക്കിന് കുഴച്ചെടുത്ത പാകം ശരിയല്ലെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റൂ. നമ്മൾ മുറുക്ക് ചുറ്റിച്ച് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഇതൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് നിന്നിങ്ങി വിട്ടുപോരും. നമുക്കിനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒരുപാട് ചൂടായിരിക്കരുത്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മുറുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉഴുന്നിട്ടിട്ടുള്ളത് കാരണം അത് പെട്ടെന്ന് തന്നെ പുറമൊക്കെ ചുവന്നിട്ട് അകം വേകാതിരിക്കും. മുറുക്ക് ഇട്ട് കൊടുത്തിട്ട് തീ നല്ല കുറച്ച് വെക്കുക. എന്നാൽ മാത്രമേ അകവും നല്ലപോലെ വെന്ത് കിട്ടൂ. പിന്നെ എടുക്കുന്നതിന് മുന്നായിട്ട് തീ ഒന്നും കൂടെ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ആ ബബ്ലിങ് നല്ലപോലെ അടങ്ങുമ്പോൾ വേണം ഇത് കോരി എടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും മുറുക്ക് പാകമാവുന്നത്. ഇപ്പം മുറുക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.